ഏത് നേരത്താണോ എന്തോ എനിക്ക് സംശയം തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നോണ്ട്. എന്തോടെ വിളിച്ചിരിക്കണേ? ആര്? ആ പിള്ളേരെ പേടിച്ച് വിളിച്ചിരിക്കുവാണല്ലേ? എന്റെ പൊന്നു ലച്ചു, ഒന്ന് സഹായിക്കണം. നിന്റെ കൊച്ചിന്റെ തലയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മായി എന്താ പറഞ്ഞേ? എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയാൻ പാടുള്ളതാ. പിള്ളേരെ കൂടെ നോക്ക്. പിള്ളേരെ മെരുക്കാരെന്താ എന്തൊരു മന്ത്രം ഉണ്ടെന്നാ? എന്ത് പറ്റി? ആ മന്ത്രം അങ്ങ് മറന്നുപോയാ? എന്റെ പൊന്നു ലച്ചു, അവള് ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ കൊടുത്ത് എന്റെ എനർജി പോയി. എന്നിട്ട് അവള് എനർജി പീക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കണ്. അറിയത്തില്ലെന്ന് പറഞ്ഞാ പോരെ? അതെങ്ങനെ പറ്റും? എല്ലാം അറിയാവുന്ന എൻസൈക്ലോപീഡിയ ആണല്ലോ അമ്മായി. ലച്ചുവേ, ഞാൻ നല്ലൊരു ഐഡിയ പറയാം. നീ അവളെ കൊണ്ടുപോയി ഉറക്ക്. അത് പറ്റൂല. അവൾക്ക് തോന്നുമ്പോഴേ അവൾ കിടന്ന് ഉറങ്ങുള്ളൂ. പിന്നെ ഉറങ്ങണമെങ്കിൽ അവളുടെ എനർജി മൊത്തം തീരണം. അത് മിക്കാറും ഇങ്ങനെ ചോദ്യം ചോദിച്ചേ തീരത്തുള്ളൂ. വേറെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ പോട്ട്. അമ്മായി ഇവിടെ ഇല്ല. അമ്മായിടെ പോയി. അമ്മായി ഞാൻ കണ്ടില്ല. അതിന് എനിക്ക് ഉത്തരം അറിയില്ലല്ലോ. എന്നാ പിന്നെ അമ്മൂമ്മ പറഞ്ഞു. അയ്യോ, ഞാൻ അതിന് മാത്രം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. നിക്കുന്നു, ചോദ്യം പറഞ്ഞു തരും. അതിന് എനിക്ക് ഉത്തരം അറിയാൻ പാടില്ല കൊച്ചേ. അതിന് ചോദ്യം ചോദിച്ചില്ലല്ലോ. ആ എന്നാ പിന്നെ ചോദ്യം ചോദിക്കേ. കണ്ടു ചോദിച്ചു. പശുവാണോ ആദ്യം ഉണ്ടായ അത് പശുക്കുട്ടിയാണോ ആദ്യം ഉണ്ടായ? സ്കൂൾ തുടങ്ങുമ്പോഴേ ഞാനേ നിന്നെ സ്കൂളിൽ ചേർക്കാം. പകുതി ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ നിന്ന് കിട്ടും. ബാക്കി പകുതി നീ വലുതാവുമ്പോ. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. പോയി നമുക്ക് അമ്മയെ ചോദിക്കാം. ആ അമ്മായി ഇതേ അപ്പുറത്തോട് ഓടിപ്പോയി ചോദിച്ചില്ലേ? ഓക്കെ. ഉത്തരം കൊടുത്തു. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മായിയെ കണ്ടായിരുന്നോ? இல்லையே, நான் பார்க்கவே இல்லையே. അമ്മായിനെ ഒന്ന് വിളിച്ചു തരുവോ? போன்லயா? எதுக்கு கல்லு? போய் பாரு, ரூம்லயே இருப்பா. റൂമിലെല്ലാം ബാത്ത്. எங்க இல்லையா? அங்கெல்லாம் போய் தேடி பாருங்க, இருப்பா. போ. അമ്മായിയെ, അമ്മായി, അമ്മായി, അമ്മായിയെ, 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 അമ്മായിനെ കണ്ട്. കളി കഴിഞ്ഞേ. അമ്മായി അവർക്ക് ചോദ്യം ചോദിക്കാം. കഴിഞ്ഞില്ലേ ഇത്? മക്കളെ, നമുക്ക് ഇന്നത്തെ കളി ഇത്രയും മതി. ഇനി നാളെ നമുക്ക് കളിക്കാം. പറ്റൂല. അമ്മായി ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇനി ചോദിക്കാൻ പറ്റൂല. എന്നാ ചോദിക്ക്. അമ്മായി ഒരു ക്വസ്റ്റ്യൻ പറയൂ. ആ ചോദിക്ക്. അതിന് പശുവാണ് ആദ്യം ഉണ്ടായത് പശുക്കുട്ടിയാണ് ആദ്യം ഉണ്ടായത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം നാളെ പറഞ്ഞുതരാം. പറ്റത്തില്ല. പറ്റും 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 പറ്റും. கல்லு பாரு, முட்டை சாப்பிடல, சாப்பிடுங்க. വേണ്ട. അയ്യോ, മുട്ട കഴിക്കണം. മുട്ട കഴിച്ചാലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. മുട്ട കഴിച്ചാലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. ആ நல்லா சாப்பிடுங்க. അമ്മായി കോഴി എങ്ങനെയാ ഉണ്ടാവുന്നത്? കോഴി മുട്ട വിരിഞ്ഞുണ്ടാവും. അപ്പൊ ഞാൻ മുട്ട കഴിച്ചല്ലോ, അപ്പൊ കോഴി ഉണ്ടാവോ? ഈ മുട്ട എങ്ങനെ കോഴി ഉണ്ടാവൂല. നീ കോഴി മുട്ടയിട്ട് അടയിരുന്നാലേ കോഴി ഉണ്ടാവുള്ളൂ. നടിയിരിക്കാൻ പറഞ്ഞാല് അടയിരിക്കാന്ന് വെച്ചാ കോഴി മുട്ടയുടെ പുറത്ത് കയറിയിരിക്കും. മുട്ട പൊട്ടൂലേ? അങ്ങനെയൊന്നും മുട്ട പൊട്ടൂല മക്കളെ. കോഴി ഉണ്ടല്ലോ,
മുട്ടേനെ കോഴിന്റെ ചിറകിന്റെ ഇടയിലാണ് വെക്കണേ. 21 ദിവസം കഴിയുമ്പം കോഴിയുടെ ചൂട് പറ്റി ഇതിന്റെ അകത്തുള്ള കുഞ്ഞുങ്ങള് വലുതാവും. എന്നിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് 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 പുറത്ത് വരും. പിന്നെ ഇപ്പം കോഴിയൊന്നും വേണമെന്നില്ല. കുറേ മുട്ട വിരിക്കാൻ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്. അതിന്റെ ചൂട് പറ്റി ഇപ്പൊ മുട്ട വിരിക്കാൻ പറ്റും. ഞാൻ അവിടെ ഇരുന്ന കോഴിയുണ്ടോ? പിന്നെ നീ അടയിരുന്ന നിന്നെ പോലത്തെ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും. ആണോ? പിന്നെ ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഞാൻ പോയാണ്, എന്നെ വെറുതെ വിടണം കേട്ടാ. ഇല്ല. എനിക്ക് പോണം. മുട്ട കഴിക്കും. ഞാൻ പോണേ.